ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ സ്പേസ്. ഞങ്ങൾ ഈദ് ഹോളിഡേയ്സിന് ഗ്ലോബൽ വില്ലേജ് വരെ ഒന്ന് പോയിരുന്നു. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഗ്ലോബൽ വില്ലേജിൻ്റെ വീഡിയോ ആയിട്ടാണ്. പിന്നെ ദുബായിൽ നല്ല ഒരു മഴയൊക്കെ ഉണ്ടായത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഞങ്ങളൊക്കെ സേഫാണ്, ഞങ്ങളുടെ ഏരിയ വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും ഷാർജയിലും കുറച്ച് സ്ഥലത്തൊക്കെ വാട്ടർ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുവാണ്. ഈ ഗ്ലോബൽ വില്ലേജ് എല്ലാ വർഷവും ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഓരോ രാജ്യങ്ങളുടെ പവലിയനായിട്ടും നമുക്ക് ഓരോ രാജ്യങ്ങളിലെ സാധനങ്ങൾ വാങ്ങാനും ഷോപ്പിങ്ങിനും പിന്നെ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാനും പിന്നെ ഗെയിംസ്, റൈഡ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ശരിക്കും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണ്. അപ്പോൾ എല്ലാ ആളുകളും ഒരു 2-3 പ്രാവശ്യമൊക്കെ പോകും ഓരോ വർഷം തന്നെ. പിന്നെ മാർച്ചിൽ എക്സാമൊക്കെ ആയതുകൊണ്ട് നമ്മൾ മാർച്ചിൽ പോകാതെ ഇരുന്നിട്ട് ഏപ്രിലിൽ പോകുന്നതാണിത്. അപ്പോൾ ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് കാഴ്ചകൾ കണ്ട് നാട്ടിൽ പൂരപ്പറമ്പിലൊക്കെ നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കാം. നല്ല രസമാണ്. ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയത്. അപ്പോൾ അവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് ട്രൈ ചെയ്യാനായിട്ട്. നോൺ വെജ് ആയിട്ടും ഫ്രൈഡ് ഐറ്റംസ് ആയിട്ടും പിന്നെ കബാബ്സ് ആയിട്ടും. പിന്നെ ഇതൊന്നും കൂടാതെ ഓരോ രാജ്യത്തിൻ്റെയും പ്രത്യേകതയുള്ള ഡിഷസ് എല്ലാം അവരുടെ പവലിയനിൽ കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടർക്കിയിൽ പോവുകയാണെങ്കിൽ അവിടെ ടർക്കിഷ് ഡിലൈറ്റ് ഒരു വെറൈറ്റി ആയിട്ട് കുറേ ഐറ്റംസ് കാണും. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും അത് ട്രൈ ചെയ്യാതെ വരരുത്. പിന്നെ നമ്മുടെ UAE പവലിയനിലാണെങ്കിൽ ലുക്കൈമത്തും കുനാഫയും പിന്നെ കുനാഫ അല്ലാതെ തന്നെ സ്ട്രീറ്റ് സൈഡ് പോലെ തന്നെ കുറേയൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് കണ്ട് പോവാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പവലിയനിൽ കയറും, ഇടയ്ക്ക് ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗെയിംസ് ഏരിയയിൽ പോയിട്ട് കുറച്ച് റൈഡ്സിലൊക്കെ ഒന്ന് കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സ്റ്റണ്ട് ഷോ കണ്ടു. അത് ഞാൻ ആദ്യമായിട്ടാണ് UAEയിൽ വന്നിട്ട് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പള്ളിപ്പെരുന്നാളിനൊക്കെ മരണക്കിണറും പിന്നെ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ ജയൻറ്റ് വീൽ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ കാണുമല്ലോ. പക്ഷേ ഇതൊരു സ്റ്റണ്ട് ഷോ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നാട്ടിലൊക്കെ അത് കാണുമായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അതൊരു വെറൈറ്റി ഐറ്റം ആയിരുന്നു. അപ്പോൾ അതാ നമ്മൾ ടർക്കിയിലാണ് ആദ്യം കയറിയത്. അപ്പോൾ ടർക്കിയിൽ നമ്മുടെ ടർക്കിഷ് ഐസ്ക്രീമും പിന്നെ ടർക്കിഷ് ഡിലൈറ്റും അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ട്. പിന്നെ അല്ലാതെ മെയിനായിട്ട് ക്ലോത്ത്സ്, ചപ്പൽ, ബാഗ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ പാകിസ്ഥാൻ, ഇന്ത്യയിലൊക്കെ കയറുവാണെങ്കിൽ കൂടുതലും ക്ലോത്ത്സ് ഐറ്റംസും ചപ്പൽസ് അങ്ങനത്തെയൊക്കെ ആയിരിക്കും. പിന്നെ അറബിക് ആയിട്ടുള്ള കൺട്രീസിൻ്റെ പവലിയൻസിലാണെങ്കിൽ അവരുടെ തന്നെ ഹണിയും പിന്നെ അവരുടെ രാജ്യത്തെ സ്പെഷ്യാലിറ്റീസ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഓരോ രാജ്യത്തിലായിട്ട് കയറി ഇറങ്ങി വരാം. അപ്പോൾ ഒരു വേൾഡ് ടൂർ നടത്തുന്ന പോലെയാണ് ശരിക്കും ഈ ഗ്ലോബൽ വില്ലേജ് കണ്ടുവരുന്നത്. ഞങ്ങളിങ്ങനെ നടക്കുന്ന ഇടയ്ക്കൊരു 5-10 മിനിറ്റ് ഞങ്ങൾക്കൊരു മഴ കിട്ടി. അപ്പോൾ നമ്മളൊരു ഷോപ്പിൻ്റെ അടിയിലോട്ട് കയറി നിന്നു. പക്ഷേ അതൊരു പെട്ടെന്ന് തന്നെ പോയി. അതെന്തായാലും നന്നായി. അതല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഇതിനകത്തൂടെ നടക്കാൻ പറ്റില്ലായിരുന്നു, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ആ മഴ പോയത് നന്നായി. പിന്നെ നമ്മളിതാ വീണ്ടും ഓരോ സ്ഥലങ്ങൾ കണ്ട് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം.
That's what we agreed on, right? Yes, but they... Destroy the tower! My pleasure! ഇത് കൊറിയൻ പവലിയൻ്റെ BTSൻ്റെ സ്റ്റോളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് BTSൻ്റെ ആൽബം, വീഡിയോസും സോങ്സൊക്കെ വാങ്ങിക്കാൻ പറ്റും. കൂടെ BTS മെമ്പേഴ്സിൻ്റെ ഫോട്ടോസും ഒക്കെ ഉണ്ട്. പിന്നെ കുറേ ക്യൂരിയോസും അവിടെ വാങ്ങാൻ കിട്ടും. കീ ചെയിൻ, മഗ്, പിന്നെ ഷോ പീസസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊരു കാരിക്കേച്ചർ ഡ്രോയിങ് ആണ്. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് കൊടുത്താൽ അവരെ ലൈവായിട്ട് നമ്മൾ ഡ്രോ ചെയ്ത് തരും. അപ്പോൾ ഒരു അമ്മയുടെയും കുട്ടിയുടെയും പടം വരയ്ക്കുന്നതാണ് ഞങ്ങൾ കണ്ടുകൊണ്ട് നിന്നത്. കൊറിയൻ പവലിയൻ കൂടുതലും ആർട്ട് ആൻഡ് കൾച്ചറൽ റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമുക്ക് ഗെയിംസ് ആൻഡ് റൈഡ്സ് ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത് തീരുന്നില്ല. ഇനി അടുത്ത ഒരു വീഡിയോ കുറച്ച് സ്റ്റോൾസ് കൂടി ആയിട്ട് വരാം. അതിനകത്ത് നമ്മുടെ ഇന്ത്യയൊക്കെ കവേർഡാണ് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ മെയിൻലി കവർ ചെയ്തിരിക്കുന്നത് ഇന്ത്യ, ആഫ്രിക്കയൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് നിഷ സ്പേസ്.